ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. കേസിലെ 9 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് തൃശൂർ 3-ാം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി വെള്ളിയാഴ്ച. മണ്ണാർക്കാട് സ്വകാര്യ ബസ് അപകടത്തിൽ വനിതാ എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ദാരുണാന്ത്യം. മരിച്ചത് മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരി. വിധി ജീവൻ കവർന്നത് സർവീസിൽ നിന്ന് വിരമിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ. ഒറ്റപ്പാലം മനശ്ശേരിയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ചെറുതുരുത്തിയിൽ വാഹന ഗതാഗതത്തിന് ഭീഷണിയായി തെരുവുനായ്ക്കൾ. തെരുവുനായ മുന്നിലേക്ക് ചാടി നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കരുവന്നൂർ കേസിൽ ED കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ K. രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് മുൻ MLA അനിലക്കര. ആവശ്യമുന്നയിച്ച് ചേലക്കരയിലെ MP ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രധാന പാതകളുടെ നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കുമെതിരെയും ചേലക്കരയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷൊർണൂരിൽ മഴക്കാല ശുചീകരണ ബോധവൽക്കരണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ സത്വരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ധാരണയായി. റോഡുകളുടെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികൾ തള്ളി നഗരസഭാ ചെയർമാൻ. മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തുറന്നു. സെന്റർ പ്രവർത്തിക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സഹകരണത്തോടെ. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചത് 14 വിദ്യാലയങ്ങളിൽ. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. തൃശൂർ 3-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. യഥാക്രമം 1 മുതൽ 9 വരെയുള്ള പ്രതികളായ ജയേഷ്, സുമേഷ്, സെബാസ്റ്റ്യൻ, ജോൺസൺ, ബിജു, രവി, സജീഷ്, സുനീഷ്, സനീഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കേസിൽ 6-ാം പ്രതി രവി മരണപ്പെട്ടിരുന്നു. 2010 മെയ് 16-നാണ് തൃശൂർ കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ച് കൊലപാതകം നടന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ 31 വയസ്സുള്ള CT ബിജുവിനെ RSS പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റിരുന്നു. ഇയാളാണ് കേസിലെ 1-ാം സാക്ഷി. കേസിൽ 30ഓളം സാക്ഷികളുണ്ടായിരുന്നു. അന്നത്തെ വടക്കാഞ്ചേരി CI ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KD ബാബു ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരുവന്നൂർ കള്ളപ്പണം വെളുപ്പിച്ച കുറ്റവാളി K. രാധാകൃഷ്ണൻ MP രാജിവെക്കണമെന്ന് മുൻ MLA അനിലക്കര. MPക്കെതിരെ സർക്കാർ വിജിലൻസ് കേസ് എടുക്കണമെന്നും അനിലക്കര പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ MP രാധാകൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കരയിൽ MP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അനിൽ അക്കരെ. ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിലും ധർണയിലും സ്ത്രീകളും മുതിർന്നവരുമടക്കം കനത്ത മഴ വകവയ്ക്കാതെ 100 ആളുകളാണ് MP ഓഫീസിലേക്ക് മുദ്രാവാക്യം വിളിച്ച് മാർച്ച് നടത്തിയത്. എന്നാൽ ചേലക്കര പാലസ് റോഡിലുള്ള KSEB ഓഫീസ് പരിസരത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് AICC അംഗവും മുൻ വടക്കാഞ്ചേരി MLAയുമായ അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് MM വർഗീസിനെതിരെയും KC മൊയ്തീനെതിരെയും കേസെടുക്കാത്തത് BJP CPM ഡീൽ ആണെന്നും അതിന്റെ പ്രത്യുപകാരമാണ് തൃശൂർ MP സ്ഥാനം സുരേഷ് ഗോപിക്ക് നൽകിയത് എന്നും അനിൽ അക്കരെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്തുള്ള FIR മുഴുവൻ BJP സർക്കാരുകൾ എടുത്ത FIR ആണ്. ഒരു FIR ഇല്ലാതെ ഇഡിക്ക് കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ ആധികാരികമായ AC മൊയ്തീനും K രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികാരകാനുണ്ടായിട്ടുള്ള മദർ പെറ്റീഷൻ എന്ന് പറയുന്ന FIR പിണറായി സർക്കാർ എടുത്തിട്ടുള്ള FIR ആണ്. ആ FIR-ന്റെ തുടർച്ചയാണ് ഈ ഇഡി കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇഡിക്കെതിരെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ ഇഡിയെ ന്യായീകരിക്കില്ല. നിങ്ങൾ ഇഡിക്കെതിരെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ 4 വിരലുകൾ ചൂണ്ടുന്നത് പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിണറായിയുടെ പോലീസിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെയാണോ നിങ്ങൾ ഈ കേസിനെ തള്ളി പറയുന്നത്? അതല്ലേ യാഥാർത്ഥ്യം? എന്ന് വെച്ചാൽ പിണറായി സർക്കാർ എടുത്തിട്ടുള്ള കേസിന്റെ തുടർച്ചയാണ് ഈ FIR എന്ന് പറയുന്നത്. ആ FIR-ന്റെ തുടർച്ചയാണ് ഈ കുറ്റപത്രം എന്ന് പറയുന്നത്. അങ്ങനെ CPM നേതാക്കന്മാരും CPM ജില്ലാ കമ്മിറ്റിയും കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ 73 ലക്ഷം രൂപ CPM ജില്ലാ കമ്മിറ്റിയും 180 കോടി രൂപ മറ്റാളുകളും ചേർന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ അഴിമതിയില്ലേ? പ്രതിഷേധ മാർച്ചിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ KPCC സെക്രട്ടറിമാരായ CC ശ്രീകുമാർ, KB ശശികുമാർ, കോൺഗ്രസ് നേതാക്കളായ സുലൈമാൻ, MM വർഗീസ്, DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, E വേണുഗോപാല മേനോൻ, വൈശാഖ് നാരായണ സ്വാമി, മറ്റു കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് യോഗം കഴിഞ്ഞതിനു ശേഷം വീണ്ടും മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തുരത്തി ഓടിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് വീണ്ടും നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണാർക്കാട് സ്വകാര്യ ബസ് അപകടത്തിൽ വനിതാ എംപ്ലോയ്മെന്റ് ഓഫീസർ മരിച്ചു. മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരിയാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടന്നു വരികയായിരുന്ന പ്രസന്നകുമാരിയുടെ ദേഹത്ത് ബസിന്റെ ഡോർ തട്ടുകയായിരുന്നു. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ വ്യാഴാഴ്ച രാവിലെയാണ് അപകടം. മണ്ണൂർ കൊട്ടക്കുന്ന് പനവച്ചപറമ്പിൽ പരേതനായ കേശവന്റെ മകൾ 56 വയസ്സുള്ള പ്രസന്നകുമാരിയാണ് അപകടത്തിൽ മരിച്ചത്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. റോഡ് മുറിച്ച് കടന്നു വരികയായിരുന്ന പ്രസന്നകുമാരിയുടെ ദേഹത്ത് ബസിന്റെ ഡോർ തട്ടുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. റോഡിൽ വീണ ഇവരുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ മാസം 31-ന് സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് ദാരുണമായ അന്ത്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുന്നിലേക്ക് തെരുവ് നായ ചാടി നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന യുവാവ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പൈങ്കുളം റോഡിലുള്ള സ്വകാര്യ റിസോർട്ടിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെ 9:30 പെരിന്തൽമണ്ണയിലുള്ള വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിലാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പാടത്തേക്ക് തെരുവ് നായ മുന്നിൽപ്പെട്ടതിനെ തുടർന്ന് കാർ നിയന്ത്രണം തെറ്റി തലകീഴായി മറിഞ്ഞത്. പെരിന്തൽമണ്ണ സ്വദേശിയായ 40 വയസ്സുള്ള നൌഷാദ് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം മനശ്ശേരിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വാണിയംകുളം ചന്തയിലേക്ക് മാടുകളുമായി വന്ന ലോറിയും അരിച്ചാക്കുകളുമായി പോകുകയായിരുന്ന മറ്റൊരു ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മനശ്ശേരി KM ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ മാട് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 22 വയസ്സുള്ള സലാം, 28 വയസ്സുള്ള താരിഖ്, 34 വയസ്സുള്ള ഷറഫുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സലാം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റ് 2 പേർക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി. മാടുവണ്ടിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന പാതകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കിനും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയും ഗതാഗതക്കുരുക്കും ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചേലക്കര കോൺഗ്രസ് ഓഫീസിൽ നിന്നും നടത്തിയ മാർച്ച് ടൗൺ ചുറ്റി ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു.
ജനകീയ പ്രതിഷേധ മാർച്ച് KPCC സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗ്യമായിട്ടുള്ളത് ദേശീയപാത ഇവിടെ പ്രതിപാദിച്ച പോലെ ദേശീയപാതയുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ്. ഇവിടെ ഉള്ള റോഡുകളാണ് കുണ്ടും കുഴിയും മൂലം സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. ആളുകൾക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ ഭയമാണ്, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾക്ക്. അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ ജീവൻ ആര് സംരക്ഷണം തരും എന്നുള്ളതാണ്. അപ്പോൾ ആസൂത്രിതമല്ലാത്തതും സയൻറ്റിഫിക് അല്ലാത്തതുമായ പ്രവർത്തനമാണ്, നിർമ്മാണ പ്രവർത്തനമാണ് ഈ റോഡുകളുടെ സ്ഥിതിവിശേഷത്തിന് കാരണം. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ സുലൈമാൻ, MM വർഗീസ്, DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, E വേണുഗോപാല മേനോൻ, വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS ഷാനവാസ്, മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയിൽ മഴക്കാലത്തോടനുബന്ധിച്ച് നടത്തേണ്ട ശുചീകരണ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിച്ചു. നഗരസഭയിൽ ചേർന്ന യോഗത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ സത്വരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ധാരണയായത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. യോഗത്തിൽ ഷൊർണൂർ കുളപ്പുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥ, നഗരസഭാ ബസ് സ്റ്റാൻഡിൽ മഴവെള്ളവും ചെളിയും കെട്ടിനിൽക്കുന്ന സാഹചര്യം, വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നുവന്നു. എന്നാൽ ചർച്ചയിൽ ഉയർന്നുവന്ന കാര്യങ്ങൾ പലതും അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ പ്രതികരിച്ചു. മഴക്കാലത്തെ നേരിടാനും ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്ത് എല്ലാ വിഭാഗം ജീവനക്കാരും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ആവശ്യപ്പെട്ടു. നഗരത്തിന്റെ മഴക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവലോകനം നടത്തി. അപ്പം അതിനകത്ത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. മഴക്കാലത്തെ നേരിടാനും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടാൻ ആവശ്യമായ കാര്യങ്ങൾ, വീടുകളിൽ ചിരട്ടകളിലും പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളിലും ഒക്കെ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പൂച്ചട്ടികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കി അപ്പോൾ തന്നെ വീട്ടുകാർ തന്നെ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ നിലയിലുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ നടത്താനായിട്ട് നഗരസഭയിലെ ചില റോഡുകളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്നത് ഒഴിവാക്കാൻ PWD അധികാരികളെയും ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. റോഡിൽ വെള്ളക്കെട്ടുള്ളതൊക്കെ താൽക്കാലികമായിട്ട് PWDക്കും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരത് എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, P ജിഷ, കൗൺസിലർമാർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനകൾ, കണ്ടിജന്റ് ജീവനക്കാർ, ഹരിതകർമ്മസേന, ആശാ PROമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തുടക്കമായി. വിവിധ കൃഷിഭവൻ പരിധിയിലെ കർഷകർക്കാണ് പ്രത്യേക പരിശീലനം. കാർഷിക മേഖലയിലെ പുത്തൻ പരീക്ഷണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ മുഖ്യ ലക്ഷ്യം. കേന്ദ്ര വികസിത് കൃഷി സങ്കല്പ് അഭിയാന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലുള്ള പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. മെയ് 29 തുടങ്ങി ജൂൺ 12 വരെയുള്ള കാലയളവിൽ KVKയ്ക്കു കീഴിലുള്ള 95 കൃഷിഭവനുകളിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഓങ്ങല്ലൂർ പട്ടാമ്പി കൃഷിഭവനുകളിലെ കർഷകർക്കായാണ് പരിശീലനവും കർഷക ശാസ്ത്ര മുഖാമുഖവും സംഘടിപ്പിച്ചത്. RARS മേധാവി ഡോക്ടർ P രാജി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷൺമുഖസുന്ദരം, അസിസ്റ്റന്റ് പ്രൊഫസർ T രശ്മി, ജോഷി, കൃഷി ഓഫീസർമാരായ ഹനീഷ്, ഹാര്യ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ കുലുക്കലൂർ, തിരുവേഗപ്പുറ, കൊപ്പം, വിളയൂർ എന്നീ കൃഷിഭവനുകളിലും ഇത്തരത്തിൽ പരിശീലനം നടന്നു. പഴം, പച്ചക്കറി സംസ്കരണം, കൃത്യത കൃഷി എന്നിവയിൽ മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കർഷകർക്ക് പരിശീലനം നൽകുന്നത്. ഇതുവഴി പുതിയ കണ്ടുപിടുത്തങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക, അവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് കൃഷി നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ T രശ്മി പറഞ്ഞു. ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ICARന്റെ വിവിധ ടെക്നോളജികൾ ദേശീയ തലത്തിലുള്ള
ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സയൻറ്റിസ്റ്റുകൾ മുഖേനയും കേരള കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയും ആത്മയും കൃഷി വകുപ്പും സഹകരിച്ച് ഈ പദ്ധതി കർഷകരിലേക്ക് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്നും തിരിച്ച് റിസർച്ചബിൾ ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഒരു പ്രാവർത്തികമാക്കുക എന്നതുമാണ് ഇത്. മത്സ്യസംസ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക, അതുവഴി കർഷകർക്ക് ആദായം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഒരുക്കുക എന്നതും മറ്റൊരു ലക്ഷ്യമാണെന്ന് സീനിയർ സയൻറ്റിസ്റ്റ് CG ജോഷി പറഞ്ഞു. വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ്റെ ഭാഗമായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും ഇതിൻ്റെ ഭാഗമാവുകയാണ് KVK പട്ടാമ്പിയിലൂടെ. ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഫിഷിനെ പിടിക്കാനും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും പഠിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ഗവേഷണം ചെയ്യുന്ന സ്ഥാപനമാണ്. CFTയിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ ഇവിടെ ഉപയോഗപ്രദമായ രീതിയിൽ കർഷകർക്ക് അവരുടെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഇൻകം കൂടുതൽ ഇൻകം ഉണ്ടാക്കുവാൻ ആ ടെക്നോളജി എങ്ങനെ ഉപയോഗകരമാക്കി കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചും നമ്മുടെ ടെക്നോളജി കർഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂരിൽ കനത്ത മഴയിൽ റോഡുകളും നടപ്പാതകളും തകർന്ന് വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലായി. മണ്ണൂർ പള്ളിപ്പടി മുതൽ 1-ാം മൈൽ വരെയുള്ള നടപ്പാതകളിലാണ് വിള്ളലും വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. മിക്ക വാഹനങ്ങളും കുഴിയിൽപ്പെടുന്നതും പതിവായി. മണ്ണൂർ UP സ്കൂളിന് മുൻവശത്താണ് നിറയെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് സംഭവം. നടപ്പാതകളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടത് വിദ്യാർത്ഥികൾക്ക് വലിയ ദുരിതമാകും. ജൽജീവൻ മിഷൻ പൈപ്പിടാനായി എടുത്ത ശേഷം മണ്ണിട്ട് നികത്തിയ ചാലുകളാണ് ഇപ്പോൾ ഗർത്തങ്ങളായി മാറിയത്. റോഡിൻ്റെ വശങ്ങളിലും ഇടിഞ്ഞു തുടങ്ങി. സ്കൂളിന് സമീപത്തെ ചാലുകൾ നികത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പ്രധാനാധ്യാപിക വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഇന്നേ വരെ നടപടിയുണ്ടായിട്ടില്ല. സ്കൂൾ വാഹനങ്ങളടക്കം കുഴിയിൽപ്പെടാൻ സാധ്യത ഏറെയാണ്. ജൽജീവൻ മിഷൻ നടപ്പാത തോണ്ടിയതിനെ തുടർന്നാണ് പൂർണ്ണമായും നടപ്പാത തകർന്നത്. തകർന്ന നടപ്പാതകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കണമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. വാഹനങ്ങളും കാൽനട യാത്രക്കാരും റോഡടക്കം പൊട്ടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുകയാണ്. നിരവധി കുട്ടികൾ ഈ വഴിയിലൂടെയാണ് നടന്നു പോകുന്നത്. അപകടം സംഭവിച്ചതിന് ശേഷം എല്ലാവരും ഓടിക്കൂടിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എത്രയും വേഗം ഇതിന് നടപടിയെടുക്കണം. കോറി വേസ്റ്റെങ്കിലും ഇട്ട് റോഡിന്റെ 2 സൈഡും ബലപ്പെടുത്തി ഈ ഉയർന്നു നിൽക്കുന്ന മണ്ണ് മാറ്റുകയും താഴ്ന്നുപോയ പ്രദേശങ്ങൾ വളരെയധികം സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേന്ദ്ര സർക്കാർ PF പെൻഷൻകാരെ നിരന്തരം അവഗണിക്കുന്നത് കോർപ്പറേറ്റ് താൽപ്പര്യം സംരക്ഷിക്കാനെന്ന് PFPA സംസ്ഥാന ജനറൽ സെക്രട്ടറി D മോഹനൻ. പാലക്കാട്ട് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു D മോഹനൻ. PF പെൻഷൻകാർക്ക് അനുകൂലമായ കോടതി വിധി പോലും കേന്ദ്ര സർക്കാർ മാനിക്കുന്നില്ലെന്ന് D മോഹനൻ ആരോപിച്ചു. 70 ലക്ഷത്തോളം PF പെൻഷൻകാരെ സർക്കാർ വർഷങ്ങളായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. 95 ശേഷം എത്ര വർഷം സർവീസ് ഉണ്ടോ ആ സർവീസ് ഗുണം 5000 നമുക്ക് ശമ്പളമില്ല. അപ്പം ശമ്പളം ഗുണം സർവീസ് 95. പക്ഷെ 95ലേക്ക് വരുന്ന സമയത്ത് 71 മുതൽ 24 വർഷമുണ്ട്. ആ 24 വർഷത്തേക്ക് ഇതാണ് ചതി. PFPA മേഖലാ പ്രസിഡന്റ് VB രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M മുരുകൻ, VP രാധാകൃഷ്ണൻ, R പുരുഷോത്തമൻ, P സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നക്ഷത്ര റീജൻസിയിൽ നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലെ AKGSMAക്ക് ഒരിക്കലും ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ഒരു യൂണിറ്റാണ് പട്ടാമ്പി എന്നത്. ഈ പട്ടാമ്പി യൂണിറ്റിന്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാനിവിടെ ഇപ്പോൾ നോക്കുമ്പോൾ പഴയകാല നേതാക്കളോ പഴയകാല പ്രവർത്തകരോ അവരുടെ എണ്ണം കുറവാണ്.
പക്ഷേ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇന്ന് ഓൾ കേരള ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. AKGSMA സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തു വരമംഗലത്ത് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. യൂണിറ്റ് സെക്രട്ടറി K രമേശൻ റിപ്പോർട്ടും ട്രഷറർ K ഗ്രീവർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി P നൌഫൽ സ്വാഗതം പറഞ്ഞു. KPA റസാഖ്, ഗിരീഷ് പട്ടാമ്പി, സിദ്ദിഖ് പത്രാസ്, R സന്തോഷ്, KA അബുലൈസ്, KK ബഷീർ, P ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ PP രാജഗോപാൽ വരണാധികാരിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുണ്ടൂർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC +2 ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി ബിജു ചാർലി ഉദ്ഘാടനം ചെയ്തു. അറിയാമായിരുന്നു, നമ്മളെല്ലാവരും തന്നെ കുടുംബ പശ്ചാത്തലത്തിൽ അന്നത്തെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് വളരുകയും ദൂരങ്ങളിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം ഒരുവിധമുള്ള കുട്ടികൾക്കൊന്നും തന്നെ ലഭിക്കാറില്ല. അതിനുള്ള വഴികളും തുറന്നു കിട്ടാറില്ല. അപ്പം നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടുമ്പുറങ്ങളിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ, കാരണം ഇന്നത്തെ പോലെ 2-3 കുട്ടികളല്ല അന്നുള്ളത്, 5-6 മക്കളുടെ മുകളിലുള്ള വലിയൊരു കൂട്ടുകുടുംബമാണ്. അപ്പം എല്ലാ മക്കളെയും അന്നത്തെ കാലഘട്ടത്തിൽ കാണുവാനും അവരെല്ലാം ഒരേപോലെ സ്നേഹിക്കുവാനും അല്ലെങ്കിൽ ഒരേപോലുള്ള പഠിത്തത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനും അന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ അന്നത്തെ കാരണവുമായിട്ട് കഴിഞ്ഞിരുന്നില്ല. മേഖലാ പ്രസിഡന്റ് K പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായി. സംസ്ഥാന സെക്രട്ടറി രാജേഷ് KK, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തരിയക്കുട്ടി, ജില്ലാ പ്രസിഡന്റ് P കുട്ടൻ, T രാജാമണി, VT ദേവദാസ്, ദിലീപ് കുമാർ, KS മുഹമ്മദ് കോയ, വിമൽ K എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന നേതാക്കളെ ഉപഹാരം നൽകി ആദരിച്ചു. മേഖലാ സെക്രട്ടറി എബ്രഹാം C മാത്യു സ്വാഗതവും മേഖലാ ട്രഷറർ സുനിൽ KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗണേശ്ഗിരി റെയിൽവേ ക്വാർട്ടേഴ്സിൽ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് മുണ്ടായ സെന്ററിലേക്ക് മാറ്റി. കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെ തുടർന്നാണ് തപാൽ ഓഫീസ് സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഷൊർണൂർ മുണ്ടായ സെന്ററിലുള്ള സായ് ബിൽഡിംഗിലേക്കാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയത്. പഴയ കെട്ടിടം ശോച്യാവസ്ഥയിലായതിനെ തുടർന്നാണ് കെട്ടിടം ഗണേശ്ഗിരി റെയിൽവേ ക്വാർട്ടേഴ്സിൽ നിന്ന് മുണ്ടായയിലേക്ക് മാറ്റിയത്. 24-ാം വാർഡ് കൗൺസിലർ P ജിഷ, സബ് പോസ്റ്റ് മാസ്റ്റർ KA ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന പൗരന്മാരുടെ സമ്പാദ്യ പദ്ധതിയിലേക്ക് നേരറിവ് വാട്സപ്പ് കൂട്ടായ്മ രക്ഷാധികാരി TR സന്തോഷ് കുമാർ തുക നിക്ഷേപിച്ചു. ഗണേശ്ഗിരി, മേച്ചിരാത്ത് കുന്ന്, മുണ്ടായ, വടക്കുമുറി എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്കാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം മാറ്റിയിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സഹകരണത്തോടെയാണ് സെന്റർ പ്രവർത്തിക്കുക. P മമ്മിക്കുട്ടി MLA സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്ന പഠിതാക്കളായിട്ടുള്ള കുട്ടികളെ ഈ സംവിധാനത്തിലേക്ക് സ്വീകരിക്കപ്പെടുക എന്ന ഒരു ചടങ്ങാണ് ഈ പ്രവേശനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 50 കുട്ടികൾക്കാണ് ഓരോ സെന്ററിലും ഇപ്പോൾ നമുക്ക് ക്ലാസുകൾ സംവിധാനം ചെയ്യുന്നു. അത് പ്രത്യേകമായി ഭാവിയിൽ ജീവിതമാർഗം കണ്ടെത്തുന്നതിന് കൂടി സഹായകരമായ തൊഴിൽ, ആ തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കോഴ്സ് പൂർത്തീകരിക്കപ്പെടുക എന്നതാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. VHSC പ്രിൻസിപ്പാൾ ഗീത സ്വാഗതം പറഞ്ഞു. ടെക്നിക്കൽ സ്കൂൾ സൂപ്രണ്ട് പ്രസാദ് തോമസ്, BRC പ്രതിനിധി ദിവ്യ എന്നിവർ സംസാരിച്ചു. സ്കിൽ സെന്റർ കോർഡിനേറ്റർ റംഷാന പദ്ധതി വിശദീകരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ നന്ദി പറഞ്ഞു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടേതായ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്റ്റാഴ്സ് പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ തുടങ്ങിയത്.
ശനി ഞായർ ദിവസങ്ങളിലാണ് ക്ലാസുകൾ ഉണ്ടാവുക. 15 മുതൽ 23 വയസ്സുവരെയുള്ളവർക്ക് 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. കോഴ്സുകൾ തികച്ചും സൗജന്യമാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ 14 സ്കൂളുകളിലാണ് ഇത്തരത്തിലുള്ള സെന്ററുകൾ ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജന കലാസമിതി ലഹരിവിരുദ്ധ കലാജാഥ സംഘടിപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 10 കേന്ദ്രങ്ങളിലാണ് ജാഥ അംഗങ്ങൾ ബോധവൽക്കരണ കലാപരിപാടികൾ അവതരിപ്പിച്ചത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി നീ നിന്റെ കൂട്ടാളികളും ചേർന്ന് നഞ്ചക്കുപയോഗിച്ച് എന്നെ തലങ്ങും വിലങ്ങും അടിച്ചു കൊന്നു. ഞാനല്ല കൊന്നത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലായി 600-ലേറെ പേർ പരിപാടികൾ വീക്ഷിച്ചു. ദേവസ്വം പറമ്പ് പരിസരത്ത് നടന്ന സമാപന സമ്മേളനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഡി ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഡി ശങ്കരനാരായണൻ, CDS അംഗം കെ ശ്രീജ, വായനശാല പ്രസിഡന്റ് DB ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ വായനശാല സെക്രട്ടറി D നാരായണദാസൻ, MP രാധാകൃഷ്ണൻ, രാജേഷ് കിഴക്കേപ്പാട്ട്, K രവിചന്ദ്രൻ, S നാരായണൻ, T ലീല, K ശ്രീജ, DB രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ദ്വിദിന ബോധവൽക്കരണ പരിപാടികളുടെ തുടർച്ചയായി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും കലാസംഘം പരിപാടികൾ അവതരിപ്പിക്കും. ബാലവേദി പ്രവർത്തകരായ 30 പേരാണ് കലാജാഥയിൽ അംഗങ്ങളായുള്ളത്. മനുഷ്യനെന്ന വാക്കതെത്ര സുന്ദരം, സമത്വമുള്ള ലോകമെത്ര സുന്ദരം, മനുഷ്യനെന്ന വാക്കതെത്ര സുന്ദരം, സമത്വമുള്ള ലോകമെത്ര സുന്ദരം. PT ആബിദ് സംവിധാനം ചെയ്ത മാനവികതയാണ് ലഹരി എന്ന നാടകം E രാമചന്ദ്രൻ, C രവീന്ദ്രൻ, DB രഘുനാഥ് തുടങ്ങിയവർ രചിച്ച കൂട്ടപ്പാട്ടുകൾ, മനുഷ്യനെന്ന വാക്കിതെത്ര സുന്ദരം എന്ന സംഗീതശില്പം, പ്രഭാഷണം തുടങ്ങിയവയാണ് കലാജാഥയിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭാ കാര്യാലയത്തിൽ വെച്ചാണ് സൗജന്യ നേത്രപരിശോധന തിമിരനിർണയ ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭയുടെയും പാലക്കാട് ജില്ലാ സഞ്ചരിക്കുന്ന നേത്രചികിത്സാ വിഭാഗത്തിൻ്റെയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പട്ടാമ്പി നഗരസഭയുടെയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇതൊരു തിമിര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് നല്ല ചിലവേറിയ ശസ്ത്രക്രിയയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് അത് സൗജന്യമായി തന്നെ നടത്തി കൊടുത്തുകൊണ്ട് ഈ ക്യാമ്പ് ഇന്നിവിടെ നമുക്കറിയാം, ഇതിന് മുമ്പും ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള തിമിര ശസ്ത്രക്രിയ നടത്തിയ ആളുകളുണ്ട്. അവർക്കൊക്കെ കാഴ്ച നല്ല രീതിയിൽ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. കൗൺസിലർ KR നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി, ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ VKP ഗീത, നിജി, ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. തിമിരം, ഡയബറ്റിക് റെറ്റിനോപ്പതി, കാഴ്ചക്കുറവ്, ഗ്ലോക്കോമോ, നേത്രസംബന്ധമായ മറ്റ് അസുഖങ്ങൾ തുടങ്ങിയ വിഭാഗത്തിലുള്ള പരിശോധന നടന്നു. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, തുടർ ചികിത്സ എന്നിവയ്ക്കെല്ലാം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ നേത്രചികിത്സാ വിഭാഗത്തിൽ സൗകര്യമൊരുക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മോഹൻലാൽ ചിത്രമായ തുടരും ഇനിയും തിയേറ്ററുകളിൽ തുടരുമെങ്കിലും ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൻ്റെ സ്ക്രീനിൽ ഇനി ചിത്രത്തിന് തുടർച്ചയില്ല. ഏറ്റവും പഴക്കമുള്ള തിയേറ്ററുകളിൽ ഒന്നായ ലക്ഷ്മിയിൽ വ്യാഴാഴ്ച സെക്കൻഡ് ഷോയോടെ പ്രദർശനം എന്നേക്കുമായി നിലയ്ക്കും. ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററുകളിൽ ഒന്നായ ലക്ഷ്മി തിയേറ്റർ പ്രദർശനം നിർത്തുകയാണ്. വ്യാഴാഴ്ച രാത്രിയിലെ തുടരും, നരിവേട്ട എന്നീ സിനിമകളുടെ സെക്കൻഡ് ഷോയോടെ തിയേറ്ററിൽ നിന്നുള്ള ശബ്ദവും വെളിച്ചവും നിലയ്ക്കും. വെള്ളിയാഴ്ച പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ ഒറ്റപ്പാലത്തുകാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മി തിയേറ്ററിൽ കാണാനാവില്ല. ഒറ്റപ്പാലം പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനായി വരുന്ന ബൈപ്പാസ് പദ്ധതി കടന്നുപോകുന്നത് തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്തുകൂടിയാണ്. ഒരു 5-8 സെൻറ്റ് സ്ഥലം നമുക്ക് പോകും. അതായത് ഫ്രണ്ടേജ്, പാർക്കിംഗ് ഒരു വലിയൊരു വിഷയമാണ്.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് പാർക്കിംഗ് ഇല്ലാണ്ട് തിയേറ്റർ കണ്ടിന്യൂ അതൊരു കാരണമാക്കിയിട്ട് നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. വേറെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടില്ല. പദ്ധതിക്കായി 8 സെന്റ് സ്ഥലം കൈമാറേണ്ടി വന്നിട്ടുണ്ട്. ഇതോടെ തിയേറ്ററിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ നഷ്ടമാകുമെന്നും പാർക്കിങ്ങിന് സ്ഥലമില്ലാതെ തിയേറ്ററിന് പ്രവർത്തിക്കാനാകില്ലെന്നുമാണ് തിയേറ്റർ ഉടമ PN ജയശങ്കർ പറയുന്നത്. 1954 ഒറ്റപ്പാലത്തെ വ്യവസായികളായ EP മാധവൻ നായരും സഹോദരൻ അച്യുതൻ നായരും ചേർന്നാണ് ലക്ഷ്മി പിക്ചർ പാലസ് സ്ഥാപിച്ചത്. ഒറ്റപ്പാലത്തെ ആദ്യ കോൺക്രീറ്റ് കെട്ടിടം പേര് സൂചിപ്പിച്ചതുപോലെ അക്കാലത്ത് ഒരു പാലസ് തന്നെയായിരുന്നു. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുവരെ സിനിമാ പ്രേമികൾ ഒറ്റപ്പാലത്ത് എത്തുമായിരുന്നു. അക്കാലത്ത് തിയേറ്ററിനോട് ചേർന്നുള്ള ടീ സ്റ്റാളിലെ ദോശയുടെയും ചാപ്സിൻ്റെയും രുചി ഇപ്പോഴും ഒറ്റപ്പാലത്തെ പഴയ തലമുറയുടെ നാവിൻ തുമ്പിലുണ്ട്. പുതുമുഖ നടനായി സത്യൻ അഭിനയിച്ച ആത്മസഖിയാണ് ലക്ഷ്മി തിയേറ്ററിലെ ആദ്യ സിനിമ. ടൂറിംഗ് ടാക്കീസുകളുടെ കാലം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ ഒറ്റപ്പാലത്ത് സിനിമാ പ്രദർശനങ്ങൾ നടക്കുമായിരുന്നു. 1950 ഇമ്പീരിയൽ മുഹമ്മദാണ് ആദ്യ സ്ഥിരം ടാക്കീസ് ആരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇമ്പീരിയൽ ടാക്കീസ് അടുത്ത കാലം വരെ പ്രവർത്തിച്ചിരുന്നു. അതും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടി. 90കളുടെ മധ്യത്തോടെ എല്ലാ വീടുകളിലും ടെലിവിഷൻ എത്തി. ഇതോടെ തിയേറ്ററുകളിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറഞ്ഞു. സിനിമാ വ്യവസായം പ്രതിസന്ധിയിലുമായി. ഇമ്പീരിയലിന് പുറമെ വാണിയംകുളം, ലക്കിടി, അമ്പലപ്പാറ തുടങ്ങി സമീപ ഗ്രാമങ്ങളിൽ ആരംഭിച്ച ടാക്കീസുകളും അടച്ചുപൂട്ടി. ലക്ഷ്മി കൂടി അടയ്ക്കുന്നതോടെ ടൗണിൽ ഇനി ഇമ്പീരിയൽ കുടുംബത്തിലെ പിന്മുറക്കാർ നടത്തുന്ന ജാസ് തിയേറ്റർ മാത്രമാണുള്ളത്. ഇടക്കാലത്ത് തിയേറ്റർ ആധുനികവൽക്കരിക്കുകയും 2 സ്ക്രീനുകളിലായി ഒരേ സമയം 2 സിനിമ പ്രദർശിപ്പിക്കാവുന്ന സംവിധാനം ഒരുക്കിയെങ്കിലും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ലക്ഷ്മിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പുതുതായി നിർമ്മിക്കുന്ന ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകേണ്ടി വന്നു എന്നതാണ് പൂട്ടാനുണ്ടായ അടിയന്തര കാരണം. ഒറ്റപ്പാലത്തിന് വ്യാവസായിക മാനങ്ങൾ നൽകിയ EP ബ്രദേഴ്സിൻ്റെ അമ്മ ലക്ഷ്മിയും തിയേറ്ററിനൊപ്പം ഓർമ്മകളിലേക്ക് മായുകയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് തുടങ്ങി ഒറ്റപ്പാലത്ത് ചിത്രീകരണത്തിനെത്തിയ പ്രമുഖ നടന്മാരെല്ലാം ഇവിടെ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. 1974 ഷൊർണൂർ സ്വദേശി PK രാജന് തിയേറ്റർ കൈമാറി. എന്നാൽ ലക്ഷ്മി എന്ന പേര് നിലനിർത്തി രാജൻ്റെ മകൾ കയറാട്ട് ബീനയും ഭർത്താവ് PN ജയശങ്കറും ഇക്കാലമത്രയും തിയേറ്റർ നടത്തിപ്പോന്നു. 7 പതിറ്റാണ്ടുകാലം സിനിമയുടെ ലോകത്തുണ്ടായിരുന്ന തിയേറ്റർ ഭൂരിഭാഗം കാലവും B ക്ലാസ് തിയേറ്ററായിരുന്നു. എന്നാൽ UK-യിൽ നിന്നും ഹോളണ്ടിൽ നിന്നും എത്തിച്ച യന്ത്ര സംവിധാനങ്ങളോടെയാണ് അന്ന് തിയേറ്റർ പ്രവർത്തിച്ചിരുന്നത്. 2018 ചാരുബെഞ്ചും കസേരയുമെല്ലാം മാറ്റി ലക്ഷ്മി തിയേറ്റർ മൾട്ടിപ്ലക്സായി. ബാൽക്കണി ഉൾപ്പെടെ 250 സീറ്റുള്ള ഒരു സ്ക്രീനും 150 സീറ്റുള്ള മറ്റൊരു സ്ക്രീനും ട്യൂബ് പ്രൊജക്ടറും ശീതീകരിച്ച സംവിധാനങ്ങളുമായാണ് തിയേറ്റർ നവീകരിച്ചിരുന്നത്. ഒറ്റപ്പാലം പട്ടണത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നായ തിയേറ്ററും അതിനു മുന്നിലെ ലക്ഷ്മി ദേവിയുടെ പ്രതിമയുമെല്ലാം ഒടുവിൽ ഓർമ്മകളിലേക്ക് പിൻവാങ്ങുകയാണ്. ഒറ്റപ്പാലത്തുകാർക്ക് ഇനി സിനിമ കാണാൻ ലക്കിടിയിലെയോ ഷൊർണൂരിലെയോ തിയേറ്ററുകളെ ആശ്രയിക്കണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളത്തെ ശക്തമായ മഴയിൽ നഗരസഭ ഓഫീസ് വൺവേ റോഡിൽ വലിയ പൂമരം കടപുഴകി വീണു. വൈദ്യുതി ലൈനിന് മുകളിലൂടെയാണ് മരം വീണത്. നഗരസഭയുടെ പിറകുവശത്തെ ടെമ്പോ പാർക്കിനോട് ചേർന്നാണ് വർഷങ്ങൾ പഴക്കമുള്ള പൂമരം നിന്നിരുന്നത്. മരം വഴിയിൽ നിന്ന് വെട്ടിമാറ്റി. പകൽ സമയത്ത് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഈ ഭാഗത്ത് എപ്പോഴും ആൾസഞ്ചാരമുണ്ടാകും. മരം വീണത് പുലർച്ചെ ആയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. LSS പരീക്ഷയിൽ മികവിൻ്റെ കയ്യൊപ്പുമായി വടനംകുറിശി ഗവൺമെൻറ് LP സ്കൂൾ വിദ്യാർത്ഥികളായ AS ഹംദ, ഫാത്തിമ നഖ്ല, N അഭിനവ്, CM ദർശന, V നേഹ, വിനീഷ്, ആര്യൻ K രൺഷിത്ത്, VS സ്പർശ എന്നിവരാണ് വിജയികൾ. പാലക്കാട് പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂൺ 1 തുടക്കമാകും. 80,000-ഓളം പുസ്തകങ്ങളുള്ള വൈജ്ഞാനിക കലവറയാണ് പാലക്കാട് പബ്ലിക് ലൈബ്രറി എന്ന് സെക്രട്ടറി TS പീറ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കാലത്ത് 1950 പാലക്കാട് സെൻട്രൽ ലൈബ്രറി സ്ഥാപിച്ചത്. സെൻട്രൽ ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന 1993 പബ്ലിക് ലൈബ്രറിയായി മാറിയത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കയ്യൊപ്പിട്ട ഇന്ത്യൻ ഭരണഘടന അമൂല്യമായാണ് ലൈബ്രറി സൂക്ഷിക്കുന്നത്. ലോകഭാഷ, രാഷ്ട്രഭാഷ, പ്രാദേശിക ഭാഷ
എന്നീ ശ്രേണികളിൽ അമൂല്യമായ വൈജ്ഞാനിക പഠന ഗ്രന്ഥങ്ങൾ ലൈബ്രറിയുടെ മുതൽക്കൂട്ടാണ്. ഏത് വിഷയം പഠിക്കുന്ന വിദ്യാർത്ഥിക്കും റഫറൻസ് ചെയ്യാൻ കഴിയുന്ന പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഗ്രന്ഥശാല നേരിടുന്ന പ്രതിസന്ധി. ഷാഫി പറമ്പിൽ 7.5 ലക്ഷം നവീകരിക്കാനായി നൽകിയത് അനുഗ്രഹമായി. ലൈബ്രറി ഡിജിറ്റൽ വൽക്കരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഫണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി TS പീറ്റർ പറഞ്ഞു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം ലൈബ്രറിയിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കുമെന്നും TS പീറ്റർ അറിയിച്ചു. ലൈബ്രറി അതോറിറ്റികൾ, ലോക്കൽ ലൈബ്രറി അതോറിറ്റികൾ 3 ജില്ലകളിൽ, അന്ന് 3 ജില്ലയുണ്ടായിരുന്നത്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്. ആ 3 ജില്ലയിൽ ലോക്കൽ ലൈബ്രറി അതോറിറ്റികൾ സ്ഥാപിച്ചുകൊണ്ട് അതിൽ 3 ജില്ലാ സെൻട്രൽ ലൈബ്രറികൾ സ്ഥാപിച്ചു. അങ്ങനെ 1951 ഗവൺമെന്റ് ആയിട്ട് ഇടപെട്ട് ഗവൺമെന്റ് സ്ഥാപിച്ച ജില്ലാ സെൻട്രൽ ലൈബ്രറിയാണ് ഇന്ന് ഈ സുൽത്താൻപേട്ടയിലുള്ള പാലക്കാട് പബ്ലിക് ലൈബ്രറി. അത് അന്നെല്ലാം ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ആളുകളായിരുന്നുവെങ്കിൽ 1998 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആക്ടും റൂളും വന്നതോടുകൂടി അത് ലൈബ്രറി കൗൺസിലില് അങ്ങ് ലൈബ്രറി ആക്കി അത് മാറ്റി. അതെയാണ് പേര് മാറ്റിയതാണ് അത് പാലക്കാട് പബ്ലിക് ലൈബ്രറി. ഇത് ലൈബ്രറി മൂവ്മെന്റിൽ മലബാറിന്റെ ചരിത്രത്തിൽ, ലൈബ്രറി ചരിത്രത്തിൽ നിർണായകമായ പേരുള്ള ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ PK ബാലകൃഷ്ണൻ, ചെയർപേഴ്സൺ ഡോക്ടർ പാർവതി വാര്യർ, ജോയിന്റ് സെക്രട്ടറി MV ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം ഒരുമ വെൽഫെയർ ട്രസ്റ്റും ചെറുതുരുത്തി PNM ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തും. 31 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വാണിയംകുളം സ്വാമി ലോകദാസ് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് മരുന്ന് വിതരണവും നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. PNM ആയുർവേദ മെഡിക്കൽ കോളേജിലെ എല്ലാ വിഭാഗം ഡോക്ടർമാരും സ്റ്റാഫുകളും ഉൾപ്പെടെ 25ഓളം പേരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാകും. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക ചികിത്സാ സൗകര്യമുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9446 478391, 9497189463, 7592921212 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. വെൽഫെയർ ട്രസ്റ്റ് 2 വർഷത്തോളമായിട്ട് അതിൻ്റെ ഒരു പ്രവർത്തന മേഖല വാണിയംകുളം അതിന് പരിസര പ്രദേശത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഇതൊരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ്. ആളുകൾക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള വളരെ നിസ്സഹായരായിട്ടുള്ള ആളുകൾ, വളരെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കുക, അതുപോലെ വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് പഠന സഹായങ്ങൾ തുടങ്ങിയ, അതുപോലെ ഓണത്തിന് റമദാന് 100-ലധികം ആളുകൾക്ക് ഓണക്കിറ്റ് വിതരണം, റമദാൻ കിറ്റ് വിതരണം, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഒരുമ വെൽഫെയർ ട്രസ്റ്റ് വാണിയംകുളത്ത് ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ പ്രധാന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിക്കാത്ത ഒരു മഴ വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലുണ്ടാകുന്ന മഴക്കാല രോഗങ്ങൾ, അതുപോലെ സ്ത്രീകള്, കുട്ടികള്, അതുപോലെ പ്രായമായ ആളുകൾക്കൊക്കെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമ വെൽഫെയർ ട്രസ്റ്റും PNM ആയുർവേദ മെഡിക്കൽ കോളേജ് ചെറുതുരുത്തിയും ചേർന്ന് സംയുക്തമായിട്ട് വാണിയംകുളം ലോകദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ 31-ാം തീയതി ശനിയാഴ്ച ഒരു മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഒരുമ പ്രസിഡന്റ് K മൊയ്തുപ്പ ഹാജി, സെക്രട്ടറി PP സോമൻ, ട്രഷറർ അബ്ദുൾ ഷുക്കൂർ, വൈസ് പ്രസിഡന്റ് P ശ്രീജേഷ്, P അക്ബർ അലി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രസിദ്ധ കുറുംകുഴൽ നാദസ്വര വിദ്വാൻ പനമണ്ണ മനോഹരനെ ആസ്വാദകരും ശിഷ്യരും ആദരമൊരുക്കും. ജൂൺ 1 ഒറ്റപ്പാലത്ത് നാദമനോഹരം എന്ന പേരിലാണ് ആദര സമ്മേളനമെന്ന് സംഘാടക സമിതി ചെയർമാൻ ശുഗപുരം രാധാകൃഷ്ണൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മേളങ്ങളുടെ ആരോഹണ അവരോഹണ ഗതിവിഗതികളിൽ സംഗീതത്തെ സമന്വയിപ്പിക്കുന്നതിൽ പ്രഗത്ഭനാണ് പനമണ്ണ മനോഹരനെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശുഗപുരം രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ പ്രഗത്ഭ മേളങ്ങളിലെ നിറസാന്നിധ്യവും ആകാശവാണി ആർട്ടിസ്റ്റുമാണ് പനമണ്ണ മനോഹരൻ. മേളരംഗത്ത് അർഹതയുണ്ടായിട്ടും അവഗണിക്കപ്പെടുന്നവരാണ് കുറുങ്കുഴൽ വാദകർ. കുറുങ്കുഴൽ വാദന രംഗത്ത് ശാസ്ത്രീയ സംഗീതത്തെ സമന്വയിപ്പിക്കുന്നതിലും മേളത്തിൽ തനത് കുറുങ്കുഴൽ വാദനത്തിലൂടെ ആസ്വാദക മനം കവരാനും പനമണ്ണ മനോഹരന് കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 1 ഒറ്റപ്പാലത്ത് നടക്കുന്ന നാദമനോഹരം ആദരത്തിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പുരസ്കാരം സമർപ്പിക്കും. കേരളത്തിലെ പ്രഗത്ഭ മേള വിദ്വാൻമാരും ആസ്വാദകരും
ശിഷ്യരും ആദരവ് ചടങ്ങ് ധന്യമാക്കുമെന്നും ശുഗപുരം രാധാകൃഷ്ണൻ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ മേളത്തിന്റെ കുറുങ്കുഴൽ വാദനത്തിൽ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംഗീതത്തിന്റെ പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിലേക്ക് പല കീർത്തനങ്ങൾ സമഞ്ജസമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ കഴിവുള്ള ഒരു അപൂർവ വ്യക്തിത്വമാണ് നാദമനോഹരം എന്ന പേരിൽ ആദരിക്കപ്പെടുന്ന ശ്രീ പരമണ്ണ മനോഹരൻ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സഹപാഠികളും ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും സുഹൃത്തുക്കളും ഒക്കെ കൂടിയാണ് ഇങ്ങനെയൊരു ആദരവ്. അതായത് കുറുങ്കുഴൽ വാദകരുടെ ചരിത്രത്തില് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ആദരവ് സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു പാലക്കാടിന്റെ പാലക്കാടിന്റെ മണ്ണിൽ നിന്നുള്ള ഒരു കുറുങ്കുഴൽ വിദ്വാനാണ് മനോഹരൻ. അപ്പൊ അദ്ദേഹം കേരളത്തിൽ ഒട്ടുമിക്ക പരിപാടികളിലും അതൊക്കെ ഞാൻ നോട്ടീസിലുണ്ട്, പ്രോഗ്രാമിലുണ്ട്. അപ്പൊ ഇത് കൂടാതെയുള്ള ഒരു പ്രത്യേകത, ആകാശവാണിയിൽ എല്ലാ വർഷവും ഉണ്ടാവണ താളവാദ്യ കച്ചേരി പതിവുണ്ട്. അത് ശുഗപുരം രാധാകൃഷ്ണൻ എന്നൊരാളാണ് അത് സംഘടിപ്പിക്കുന്നതിന്റെ നേതൃത്വം. അപ്പൊ അതില് കുറുങ്കുഴലിന്റെ ഒരു ഇതുണ്ട്. കുറുങ്കുഴല്, കൊമ്പ്, ഏലത്താളം, ചെണ്ട, മദ്ദളം, സീമല. സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീകൃഷ്ണപുരം ശശി, കടമ്പൂർ രാജൻ, പാലക്കാട് മണിയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റൊലി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. പുത്തൻ അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തൃപ്തികരമോ എന്ന ചോദ്യവുമായാണ് ഇന്ന് മാറ്റൊലി പൊതുജനങ്ങളെ കാണുന്നത്. പ്രതികരണങ്ങളിലേക്ക്. വിദ്യാലയങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ്സൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2-ാം തീയതി എന്നുള്ളത് ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പത്രത്തിലൊക്കെ അല്ലെങ്കിൽ മറ്റു വാർത്താ ചാനലുകളിലും ഇതിലൊക്കെ വരുന്നുണ്ട്. നല്ല മഴയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കൂടെ നീട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായമാണ്. പൊതുവെ കഴിഞ്ഞ മുൻകാല വർഷങ്ങളെ അപേക്ഷിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര സുസ്കാന്തി, ഭയങ്കര ഒരു കെയറിങ് ഭാഗത്തുണ്ടായിട്ടുണ്ട്. എന്നാലും മഴക്കാലത്തിന് മുന്നേ കുറച്ചൊരു മുന്നേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിലും ഈ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ ജീവനും മറ്റു സുരക്ഷയും കണക്കെടുത്തുകൊണ്ട് അതിൻ്റെ അധികാരികൾ ഉയർന്നെണീറ്റ് നമ്മളെ ചുറ്റുപാടുള്ള സ്കൂളുകളിലൊക്കെ അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും പക്ഷേ കുറച്ചും കൂടി വിപുലീകരിക്കപ്പെടേണ്ടതെന്നുള്ള അഭിപ്രായമാണുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. കേസിലെ 9 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് തൃശൂർ 3-ാം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി വെള്ളിയാഴ്ച. മണ്ണാർക്കാട് സ്വകാര്യ ബസ് അപകടത്തിൽ വനിതാ എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ദാരുണാന്ത്യം. മരിച്ചത് മണ്ണൂർ സ്വദേശിനി പ്രസന്നകുമാരി. വിധി ജീവൻ കവർന്നത് സർവീസിൽ നിന്ന് വിരമിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ. ഒറ്റപ്പാലം മനശ്ശേരിയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ചെറുതുരുത്തിയിൽ വാഹന ഗതാഗതത്തിന് ഭീഷണിയായി തെരുവുനായ്ക്കൾ. തെരുവുനായ മുന്നിലേക്ക് ചാടി നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കരുവന്നൂർ കേസിൽ ED കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കെ രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് മുൻ MLA അനിലക്കര. ആവശ്യമുന്നയിച്ച് ചേലക്കരയിലെ MP ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രധാന പാതകളുടെ നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്കുമെതിരെയും ചേലക്കരയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷൊർണൂരിൽ മഴക്കാല ശുചീകരണ ബോധവൽക്കരണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ സത്വരമായി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ധാരണയായി. റോഡുകളുടെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികൾ തള്ളി നഗരസഭാ ചെയർമാൻ. മഴക്കാല വിളകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തുറന്നു. സെന്റർ പ്രവർത്തിക്കുക പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സഹകരണത്തോടെ. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചത് 14 വിദ്യാലയങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.